മാംഗല്യം ഭാഗം 2. അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നു എന്ന് തോന്നുന്നമ്മേ. അതെന്താ ശിലു? അവിടെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. പിന്നെ പറമ്പൊക്കെ വൃത്തിയാക്കുന്നും മറ്റുമൊക്കെ ഉണ്ട്. ആണോ? നല്ല കാര്യം. ശാരദയൊക്കെ പോയതിൽ പിന്നെ ആ വീട് വെറുതെ കിടക്കുമല്ലേ. ഇത്രയും വലിയ വീട് വെറുതെ നശിഞ്ഞു പോകണ്ടല്ലോ. അത് വിൽക്കാനുള്ള പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായി. വിൽപ്പന ശരിയായി കാണും. ആ, നമുക്കെന്തായാലും ഒരു അയൽവാസി ആയല്ലോ, അത് മതി. ശിലു ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവസാന വർഷമാണ്. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം കോളേജ് കഴിഞ്ഞ് വന്ന ശിലു നോക്കിയപ്പോൾ കാണുന്നത് പുതിയതായി വന്ന താമസക്കാരെയാണ്. ഒരു സ്ത്രീയും 2 മക്കളുമാണ് വരുന്നത് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. ശിലു നോക്കുമ്പോൾ കാണുന്നത് ഐശ്വര്യം തുളുമ്പുന്ന മുഖമുള്ള ഒരു സ്ത്രീയെയാണ്. കൂടെ ഒരു പയ്യനുമുണ്ട്. ശിലു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ തിരിച്ചും. അങ്ങനെ അവൾ അധികം സമയം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് കയറിപ്പോയി. എന്നാൽ വരലക്ഷ്മിക്ക് അത് തൻ്റെ സ്വന്തം ഏട്ടൻ്റെ മകളാണെന്ന് മനസ്സിലായി. അത് അവർ കിച്ചുവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം വരലക്ഷ്മിയും കിച്ചുവും കൂടി വീടിൻ്റെ താമസം വിളിക്കാനായി കളരിക്കലേക്ക് ചെന്നു. ആ സമയം അവിടെ വിശ്വനാഥൻ ഉണ്ടായിരുന്നില്ല. ശലഭയും രാധികയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോളിംഗ് ബെൽ അടിച്ചതും രാധിക വന്ന് വാതിൽ തുറന്നു. ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായില്ല എങ്കിലും പിന്നീട് അത് വരലക്ഷ്മിയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു രാധിക. വർഷങ്ങൾക്ക് ശേഷം വരലക്ഷ്മി തൻ്റെ തറവാടിൻ്റെ പടി ചവിട്ടി അകത്തേക്ക് കയറിയിരുന്നു. വരലക്ഷ്മിയല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? അവർ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എന്താ വന്നത്? അപ്പുറത്തെ വീട് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങളാണ്. ഈ വരുന്ന ഞായറാഴ്ച വീടിൻ്റെ താമസമാണ്. അതിന് ക്ഷണിക്കാൻ വന്നതാണ്. ഏട്ടനില്ലേ ഇവിടെ? ഇല്ല, വിശ്വേട്ടൻ പുറത്തു പോയിരിക്കുകയാണ്. വരുമ്പോൾ ഞാൻ പറയാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ഇത് മോളാണോ? കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്ന ശിലുവിനെ നോക്കി വരലക്ഷ്മി ചോദിച്ചു. അതെ. ഒരാളേ ഉള്ളൂ? അതെ, വരലക്ഷ്മിക്കും ഇതൊരാളേ ഉള്ളൂ. അടുത്തിരിക്കുന്ന കിച്ചുവിനെ നോക്കി രാധിക ചോദിച്ചു. ഇല്ല, മൂത്തതൊരാളുണ്ട്, സൂര്യ. അവനിവിടെ IPS ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ്റെ ജോലി ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വീട് മാറി വന്നത്. ഇവൻ്റെ പേരെന്താ? ശിവ. ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും. മോളുടെ പേരെന്താ? ശലഭ. എല്ലാവരും ശിലു എന്നാ വിളിക്കുക. ശിലു ചാടിക്കേറി പറഞ്ഞു. അങ്ങനെ വീട് താമസമൊക്കെ വിളിച്ച് അവർ പോയി. രാധിക യാതൊരു തരത്തിലും അനിഷ്ടമൊന്നും അവരോട് കാണിച്ചില്ല. അവർ പോയതിനു ശേഷം തന്നെ ശിലു രാധികയോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആ വന്നത് തൻ്റെ അപ്പച്ചിയും മകനുമാണെന്ന് ശിലുവിന് മനസ്സിലായി. അങ്ങനെ വൈകിട്ട് വിശ്വനാഥൻ വന്നപ്പോൾ രാധിക ഈ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. എന്നാൽ അയാളുടെ പ്രതികരണം രാധികയെയും ശിലുവിനെയും ഞെട്ടിച്ചു. കാരണം അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു അയാൾ അവരോട് സംസാരിച്ചത്. മാത്രമല്ല, വീട് താമസത്തിന് ഈ വീട്ടിൽ നിന്നും ആരും അങ്ങോട്ട് പോകരുതെന്നും അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് വിശ്വനാഥൻ തീർത്തു പറയുകയും ചെയ്തു. ഈ സമയം വരലക്ഷ്മിയും തൻ്റെ മക്കളായ സൂര്യനോടും ശിവയോടും അപ്പുറത്തുള്ളത് തൻ്റെ സ്വന്തം തറവാടാണെന്നും അത് തൻ്റെ സ്വന്തം ഏട്ടനും ഭാര്യയും മകളുമാണെന്നും പറഞ്ഞു. കൂടാതെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഇന്നാണ് അവരുടെ വീട് താമസം. വിശ്വനാഥൻ രാധികയോടും ശിലുവിനോടും അവിടെ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിലു അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. രാവിലെ മുതൽ അവിടെ ഒത്തിരി ആളുകളും പോലീസുകാരും വലിയ വലിയ ആളുകളുമൊക്കെ വരുന്നത് വീട്ടിലിരുന്ന് തന്നെ ശിലു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അച്ഛൻ പുറത്തു പോയ സമയം നോക്കി അവൾ അങ്ങോട്ട് ചെന്നു. ആ സമയം അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഹാളിലേക്ക് കയറി ചെന്നു. അപ്പോൾ തന്നെ വരലക്ഷ്മി അവൾക്കടുത്തേക്ക് ഓടി വന്നു. മോള് വന്നോ? അമ്മയൊന്നും വന്നില്ലല്ലോ. ഏട്ടൻ വരാൻ സമ്മതിച്ചു കാണില്ല എന്നറിയാമായിരുന്നിട്ടും വരലക്ഷ്മി വെറുതെ ചോദിച്ചു. അത് അച്ഛൻ സമ്മതിച്ചില്ല അപ്പച്ചി. ഓ സോറി, അങ്ങനെ വിളിക്കാമോ? എന്നാൽ അവളുടെ അപ്പച്ചി എന്നുള്ള വിളിയിൽ വരലക്ഷ്മി ഒന്ന് ഞെട്ടി. മോളെ, എന്നോട് അമ്മയെല്ലാം പറഞ്ഞു. അപ്പച്ചി, അങ്ങനെ തന്നെ വിളിച്ചോ? മോൾ എങ്ങനെ വന്നു? അച്ഛൻ സമ്മതിച്ചോ? ഇല്ല,
ഇപ്പോൾ അച്ഛൻ പുറത്തു പോയി. ആ സമയം നോക്കി വന്നതാ ഞാൻ. ആണോ? എടാ കിച്ചു! അവിടെ നിന്നിരുന്ന കിച്ചുവിനെ വിളിച്ച് വരലക്ഷ്മി ശലഭയെ പരിചയപ്പെടുത്തി കൊടുത്തു. അന്നു മുതൽ കിച്ചുവും ശിലുവും സഹോദരങ്ങളെപ്പോലെയാണ്. എന്നാലും ഉറ്റ ചങ്ങാതിമാരുമാണ്. അച്ചു എന്തേ കിച്ചു? ഏട്ടൻ കൂട്ടുകാരുടെ കൂടെ അവരെ കൊണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആണോ? പാലക്കാട് നിന്നുള്ള അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോയതാണ്. വരലക്ഷ്മി ശലഭയോട് പറഞ്ഞു. കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ച് നടന്നുവെങ്കിലും ശലഭ സൂര്യനെ കണ്ടില്ല. അല്പനേരത്തിന് ശേഷം അവൾ എല്ലാവരോടും പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇടയ്ക്ക് അച്ഛൻ കാണാതെ ഇവിടേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ തിരിച്ച് വീട്ടിലേക്കെത്തിയ ശലഭയെ കാത്തിരുന്നത് അച്ഛൻ്റെ കണ്ണ് പൊട്ടുന്ന ചീത്തയായിരുന്നു. പുറത്തേക്ക് പോയി തിരിച്ചെത്തിയ വിശ്വനാഥൻ അറിഞ്ഞു ശലഭ വരലക്ഷ്മിയുടെ വീട്ടിൽ വീട് താമസം കൂടാൻ പോയി എന്ന്. നല്ല ചീത്ത പറഞ്ഞുവെങ്കിലും ശലഭ ഇനിയും അവിടെ പോകുമെന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം ശലഭ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചിയുടെ വീട്ടിൽ പോകും. വിശ്വനാഥൻ അറിഞ്ഞാൽ അവൾക്ക് നല്ല വഴക്ക് കിട്ടുമെങ്കിലും അയാൾ തന്നെ തല്ലില്ല എന്നൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. കാരണം എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും ശലഭ എന്നും അയാൾക്ക് അയാളുടെ ഓമന മകൾ തന്നെയാണ്. എന്നിരുന്നാലും ഇത്രയും നാളായിട്ടും ശലഭ സൂര്യനെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അവന് ജോലിത്തിരക്കാണ്. ഇനി ജോലിത്തിരക്കല്ലെങ്കിലും അവൻ രാവിലെ നേരത്തെ പോവുകയും രാത്രി ഒരുപാട് വൈകിയുമാണ് തിരിച്ചു വീട്ടിലെത്താറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച കോളേജില്ലാത്ത ദിവസമായതിനാൽ ഉച്ച കഴിഞ്ഞ് വിശ്വനാഥൻ ഇല്ലാത്ത നേരം നോക്കി ശലഭ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും സൂര്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അച്ചുവിൻ്റെ വണ്ടിയാണല്ലോ, എന്താണാവോ ഈ നേരത്ത് എന്ന് പറഞ്ഞ് വരലക്ഷ്മി വരാന്തയിലേക്ക് നടന്നു. ആ സമയം കൊണ്ട് സൂര്യൻ അകത്തേക്ക് കയറി വന്നു. എന്താ അച്ചു ഇന്ന് നേരത്തെ? എപ്പോഴും വൈകി വന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ നേരത്തെ വരണ്ടേ എൻ്റെ അമ്മക്കുട്ടി എന്ന് പറഞ്ഞ് അവൻ വരലക്ഷ്മിയുടെ കവിളിൽ ഒന്ന് തട്ടി. ഉവ്വ് ഉവ്വ്. ഈ നേരമാണ് ശലഭ അങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ടതും സൂര്യൻ പരിചയമില്ലാത്ത രീതിയിൽ ഒന്ന് നോക്കി. അച്ചു, നീ കണ്ടിട്ടില്ലല്ലോ, ഇതാ എൻ്റെ ശിലുമോള്. ഓ, അപ്പോൾ ഇതാണ് 24 മണിക്കൂറും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിലുമോള്. ഓ അല്ല, ശലഭ വിശ്വനാഥൻ, സൂര്യ മനസ്സിലോർത്തു. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശിലുവിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ സൂര്യനെ കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് സൂര്യൻ നോക്കുമ്പോൾ കാണുന്നത്. ശിലു! വരലക്ഷ്മി അവളെ വിളിച്ചു. എന്താ അപ്പച്ചി? നീ ഇത് ഏത് ലോകത്താണ് ശിലുമോളെ? അച്ചു വന്നത് കണ്ടോ? ആ കണ്ടു. എന്നിട്ട് നീ എന്താ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? ശലഭ അപ്പോഴും സൂര്യനെ നോക്കി തന്നെ നിൽക്കുകയാണ്. ഒന്നുമില്ല അപ്പച്ചി, ഞാൻ പോയി ഡ്രസ്സൊന്ന് മാറട്ടെ, അമ്മ ചോറെടുത്ത് വെക്ക്, സൂര്യൻ പറഞ്ഞു. ആ എങ്കിൽ ചെല്ല്, ഞാനെങ്കിൽ ചോറെടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് വരലക്ഷ്മി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ ശലഭ അപ്പോഴും സൂര്യൻ്റെ നോട്ടത്തിലും ഭാവത്തിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞാനെങ്കിൽ വീട്ടിലേക്ക് പോവാ അപ്പച്ചി, അച്ഛൻ വരാനായി. പോകുവാണോ? ചോറ് കഴിക്കുന്നുണ്ടോ നീ? ഇല്ല, ഞാൻ പോകുക എന്ന് പറഞ്ഞ് ശലഭ വീട്ടിലേക്ക് നടന്നു. ഈ കുട്ടിക്കിത് എന്തു പറ്റിയാവോ എന്നാലോചിച്ച് വരലക്ഷ്മി ചോറെടുത്ത് വെക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിലേക്ക് നടക്കുകയായിരുന്ന ശലഭയുടെ മനസ്സ് മുഴുവൻ ഒരാളെ ചുറ്റിപ്പറ്റിയായിരുന്നു. സൂര്യ. ഓ, അപ്പോൾ അതാണ് സൂര്യശങ്കർ IPS. കാണാനൊക്കെ കൊള്ളാം, നല്ല ജിം ബോഡി, നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട്. ആൾക്കിനി വല്ല റിലേഷൻ ഉണ്ടാകുമോ? അയ്യേ ശിലു, നീ ഇതൊക്കെയാണോ ആലോചിക്കുന്നത്? അതും പറഞ്ഞ് സ്വയം ചിന്തിച്ച് സ്വയം തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് അവൾ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് കയറി. ഇവിടെ സൂര്യനും ശിലുവിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചുവും അമ്മയും പറയുന്നത് പോലെ ഒരാളെ അല്ല ശിലു എന്ന് തോന്നിപ്പോയി അവന്. കാരണം അമ്മയും കിച്ചുവും പറഞ്ഞു കേട്ടറിഞ്ഞത് ശിലു ഒരു വായാടിയാണെന്നാണ്. അങ്ങനെയുള്ള അവൾ തൻ്റെ മുൻപിൽ ഒന്നും മിണ്ടാതെ നിന്നത് എന്താണെന്ന് സൂര്യനും മനസ്സിലായില്ല. പിന്നീട് ഇടയ്ക്കൊക്കെ ശലഭ സൂര്യനെ കാണുമെങ്കിലും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കാറില്ല. ചിലപ്പോൾ ഒന്ന് ചിരിക്കും രണ്ടുപേരും, ഇടയ്ക്ക് അതും ഉണ്ടാകില്ല. സൂര്യൻ ശിലുവിനെ നോക്കുമ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരു പിടച്ചിലും വെപ്രാളവും ഒക്കെയാണ്.
സൂര്യൻ വന്നാൽ പിന്നെ അവൾ അങ്ങോട്ട് പോകാറില്ല. എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഞായറാഴ്ച സൂര്യൻ്റെ വണ്ടി മുൻപിൽ കാണാത്തത് കൊണ്ട് ഷിലു വിചാരിച്ചു അവൻ അവിടെ ഇല്ലെന്ന്. അങ്ങനെ അവൾ അപ്പച്ചിയെ കാണാനായി അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ വരലക്ഷ്മി അടുക്കളയിൽ എന്തോ പണിയിലാണ്. അപ്പച്ചി! ആ, മോള് വന്നോ? വന്നല്ലോ. കിച്ചു എവിടെ? അവൻ കളിക്കാൻ പോയി മോളെ. ഇനി വരുമ്പോൾ ഒരു സമയമാവും മിക്കവാറും. അപ്പച്ചി എന്ത് ചെയ്യുവാ? അടുക്കളയിലെ അടുപ്പിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഷിലു ചോദിച്ചു. സൂര്യന് വയ്യ മോളെ, ചെറിയ പനിയും ചുമയും ഒക്കെയുണ്ട്. ഞാൻ ചുക്കുകാപ്പി ഇടുവാണ്. ആവി പിടിച്ച് ഇപ്പോൾ പോയി കിടന്നതാവൻ. ആണോ? അപ്പോൾ IPS എന്ന് പോയിട്ടില്ലേ? ഇല്ലടി കാന്താരി. അപ്പോഴേക്കും വരലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിച്ചു. ബെല്ലടിക്കുന്നത് കേട്ട് ഫോൺ നോക്കിയ അവരുടെ മുഖം വിടരുന്നത് കണ്ട് ഷിലു ചോദിച്ചു. ആരാ അപ്പച്ചി? ഞങ്ങൾ മുൻപ് താമസിച്ച വീടിൻ്റെ അടുത്തുള്ളതാ, സീത. ഞങ്ങൾ വലിയ കൂട്ടാണ്. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് ഇടയ്ക്ക് വിളിക്കും. ഞാൻ സംസാരിക്കട്ടെ. മോൾ ഈ കാപ്പി ഒന്ന് കൊണ്ടുപോയി അച്ചുവിന് കൊടുക്കുമോ? അത് പറഞ്ഞ് കയ്യിലുള്ള കപ്പ് ഷിലുവിനെ ഏൽപ്പിച്ച് വരലക്ഷ്മി ഫോണുമായി പുറത്തേക്കിറങ്ങി. എന്നാൽ താൻ ഈ കപ്പുമായി എങ്ങനെ സൂര്യൻ്റെ അടുത്തേക്ക് പോവും എന്നുള്ള ടെൻഷനുമായി നിൽക്കുകയാണ് ഷിലു. ഇതുവരെ ആളോടൊന്നും നേരെ സംസാരിച്ചിട്ട് കൂടെയില്ല. എങ്കിലും അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ കപ്പുമായി മുകളിലേക്കുള്ള പടികൾ കയറി. റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് കൊട്ടി വിളിച്ചു. മുറി തുറന്നില്ല. കിടക്കുകയായിരിക്കും എന്ന് മനസ്സിലായി അവൾ വാതിൽ പതുക്കെ തുറന്നു. സൂര്യൻ ബെഡിൽ കമിഴ്ന്നു കിടക്കുന്നുണ്ട്. ഷിലു സൂര്യനെ ഒന്ന് തട്ടി വിളിച്ചു നോക്കി. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവനൊന്ന് ഞെരങ്ങിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു. ഷിലുവിന് എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ലായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൾ വീണ്ടും അവനെ തട്ടി. എന്നിട്ട് വിളിച്ചു. സൂര്യേട്ടാ. അപ്പോഴും അവൻ അനങ്ങിയില്ല. സൂര്യൻ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുകയാണെന്ന് ഷിലുവിന് മനസ്സിലായി. അവൾ വീണ്ടും അവനെ തട്ടി വിളിച്ചു. സൂര്യേട്ടാ. ആ വിളിയിൽ അവൻ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. മുൻപിൽ നിൽക്കുന്ന ഷിലുവിനെ കണ്ടതും സൂര്യൻ ഒന്ന് ഞെട്ടി. ശേഷം പതുക്കെ എഴുന്നേറ്റിരുന്നു. എന്താ? അവൻ ചോദിച്ചു. ഞാനീ ചുക്കുകാപ്പി തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അവൾ ആ കപ്പ് സൂര്യന് നേരെ നീട്ടി. അവനത് വാങ്ങിയിട്ട് ചോദിച്ചു. അമ്മ എവിടെ? അപ്പച്ചി നിങ്ങളുടെ നേരത്തെയുള്ള വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന സീത എന്ന് പറയുന്ന ആരെയോ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അവനൊന്ന് മൂളിക്കൊണ്ട് ചുക്കുകാപ്പി ഒറ്റ വലിക്ക് കുടിച്ച ശേഷം കപ്പ് തിരികെ അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. ഷിലു അവൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി തിരികെ നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചു. ആദ്യമായി ശലഭ. തിരികെ നടക്കാൻ തുടങ്ങിയ ഷിലു അവൻ്റെ ആ വിളിയിൽ അവിടെ തന്നെ നിന്നുപോയി. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും താൻ ഷിലുവാണ്. അടുപ്പമില്ലാത്ത വളരെ കുറച്ച് പേർ മാത്രമാണ് തന്നെ ശലഭ എന്ന് പേരെടുത്ത് വിളിക്കുന്നത്. എന്നാൽ അവൻ്റെ ശലഭ എന്നുള്ള വിളി അവൾക്കൊത്തിരി ഇഷ്ടമായി. അവൾ അവനെ തിരിഞ്ഞു നോക്കി. എന്താ? താനിപ്പോൾ പഠിക്കുവാണോ? അതെ. എന്താ പഠിക്കുന്നത്? ഡിഗ്രി അവസാന വർഷം. ഇവിടെ SN കോളേജിലാണ് പഠിക്കുന്നത്. ഏതാണ് കോഴ്സ്? BCom ആണ്. അവൻ്റെ മൂളൽ കേട്ടതും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന രീതിയിൽ ശലഭ അവനെ നോക്കുന്നുണ്ട്. അല്പനേരമായിട്ടും ഒന്നും സംസാരിക്കുകയും ചോദിക്കുന്നതുമില്ല എന്ന് കണ്ടതും ശലഭ ചോദിച്ചു. ഞാൻ പൊക്കോട്ടെ? തനിക്ക് വിക്കുണ്ടോ? അത് ചോദിച്ചതും ശലഭ അവനെ നോക്കിക്കൊണ്ട് വേഗം പറഞ്ഞു. ഇല്ല. എങ്കിൽ താൻ പൊക്കോ. ഹാ. അത് പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങിയ ശലഭ ഒന്ന് നിന്നിട്ട് അവനോട് വീണ്ടും ചോദിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? യാ, ഐ ആം ഫൈൻ. അവൻ ഉത്തരം പറഞ്ഞതും അവൾ കപ്പുമായി താഴേക്ക് നടന്നു. താഴേക്ക് ചെന്ന് അവൾ അടുക്കളയിൽ പോയി കപ്പ് വച്ചിട്ട് തിരികെ വന്ന് സോഫയിലിരുന്ന് ഗാഢമായ ആലോചനയിലായിരുന്നു. എന്നാൽ ആ ആലോചന മുഴുവനും സൂര്യനെക്കുറിച്ചായിരുന്നു എന്ന് മാത്രം. അവൻ അടുത്തു വരുമ്പോൾ തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അവനോട് സംസാരിക്കുമ്പോൾ തന്നിലാകെ ഒരു വിറയൽ പടർന്നു കയറുന്നുണ്ടെന്നും ഒക്കെ അവൾക്ക് മനസ്സിലായി. പിന്നെയും സൂര്യനെ ചുറ്റിപ്പറ്റി നിന്ന അവളുടെ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ട് അവളിൽ നിന്നൊരു ചോദ്യമുണ്ടായി.
ശലഭ വിശ്വനാഥൻ സൂര്യശങ്കറിനെ പ്രണയിക്കുന്നുണ്ടോ? ഇല്ല. അവളുടെ തലച്ചോറ് അപ്പോൾ തന്നെ ഉത്തരം കൊടുത്തു. അവളുടെ മുൻപിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു വന്നു. വേണ്ട, ഒന്നും വേണ്ട. ഇനി ഇങ്ങനെയുള്ള ചിന്തയേ വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരുന്നതിന് അച്ഛൻ ഇഷ്ടമല്ല. ഇനി ഇങ്ങനെ വല്ലതും കൂടെ ഉണ്ടായാൽ അച്ഛൻ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുകയായിരുന്നു ഷിലു. അല്പനേരത്തിന് ശേഷം മുകളിൽ നിന്നും സൂര്യൻ ഇറങ്ങി വന്നു. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ഷിലുവിനെ അവൻ കണ്ടു. എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. രാവിലെയും ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവന് ഉച്ചയായപ്പോഴേക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം കേട്ട് അപ്പച്ചി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതി ഷിലു അടുക്കളയിലേക്ക് ചെന്നു. അവിടെ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി. എന്നാൽ തിരിഞ്ഞു നിൽക്കുകയായിരുന്ന സൂര്യൻ ഷിലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവൾ അവിടെ നിന്ന് ആലോചിച്ചു. ചോറ് തിന്നാനായിരിക്കുമോ? വിശക്കുന്നുണ്ടാവോ? ഞാൻ എടുത്തു കൊടുക്കണോ? അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് കയറി. ഞാൻ എടുത്തു തരണോ? ഷിലുവിൻ്റെ ശബ്ദം കേട്ടതും സൂര്യൻ പിന്തിരിഞ്ഞു നോക്കി. ഏയ് വേണ്ടടോ, ഞാൻ എടുത്തോളാം. എന്നാൽ സൂര്യൻ്റെ തളർന്ന ശബ്ദം കേട്ടതും ഷിലുവിന് അവനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. ഞാൻ എടുത്തു തരാം സൂര്യേട്ടാ. സൂര്യേട്ടൻ അപ്പുറത്ത് പോയിരുന്നോ? എന്നാൽ അവളുടെ സൂര്യേട്ടൻ എന്നുള്ള വിളിയിൽ അവനൊന്ന് ഞെട്ടി. കാരണം അറിയാവുന്ന ആളുകൾക്കെല്ലാവർക്കും താൻ അച്ചുവാണ്. എന്നാൽ അവൻ ആ ഞെട്ടൽ പുറത്തു കാണിക്കാൻ നിൽക്കാതെ ശരി എന്ന് പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. അല്പനേരത്തിന് ശേഷം ഷിലു ചോറും കറികളും വെള്ളവും എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനെ വിളിച്ചു. സൂര്യേട്ടാ. ആ, ചോറും കറികളും എടുത്തു വെച്ചിട്ടുണ്ട്. അത് കേട്ടതും സൂര്യൻ ഡൈനിങ് ഹാളിലേക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ കൈ കഴുകാൻ വേണ്ടി വാഷ് ബേസിനിലേക്ക് നടന്നു. അത് കണ്ടതും ശലഭ അവന് കൈ തുടയ്ക്കുന്നതിന് വേണ്ടി പുറത്തു വച്ചിരുന്ന ടവൽ എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ അടുത്തേക്ക് നിന്നു. എന്നാൽ സൂര്യൻ വാഷ് ബേസിനിൽ നിന്ന് മുഖം കഴുകി തിരിഞ്ഞതും അരികിൽ ശലഭ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ചുരിദാറിൻ്റെ ഷാളിൽ വേഗം കൈയും മുഖവും തുടച്ചു. എന്നാൽ സൂര്യൻ്റെ ഈ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുകയാണ് ഷിലു. അവൾ ഞെട്ടലോടെ സൂര്യനെ നോക്കി. എന്നാൽ അവളുടെ നോട്ടം കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്തതെന്ന് സൂര്യനും മനസ്സിലായത്. അത് പിന്നെ അമ്മ. സൂര്യന് എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി. ഷിലു അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ശലഭ, ഐ എം സോറി. ഞാൻ അമ്മയാണെന്ന് കരുതിയാണ് ചെയ്തത്. സാരമില്ല എന്ന് പറഞ്ഞ് അവൾ അവന് നേരെ ടവൽ നീട്ടി. അവൻ അത് വാങ്ങിച്ചു. ശേഷം സൂര്യൻ മുറിയിലേക്ക് പോയി. അല്പനേരത്തിന് ശേഷം വരലക്ഷ്മി കോൾ അവസാനിപ്പിച്ച് തിരികെ ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന ശലഭയെയാണ്. ഷിലു, ആ അപ്പച്ചി വന്നോ? അച്ചുവിന് കാപ്പി കൊടുത്തോ മോളെ? ആ കൊടുത്തപ്പച്ചി. കാപ്പി മാത്രമല്ല, സൂര്യേട്ടൻ താഴേക്കിറങ്ങി വന്നപ്പോൾ ചോറും കറിയും എടുത്തു കൊടുത്തു. ആണോ? എന്നിട്ട് അവനെവിടെ? തിരികെ റൂമിലേക്ക് പോയി. ആണോ? ഞാനെങ്കിൽ വീട്ടിലേക്ക് ചെല്ലട്ടെ. അമ്മ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോ മോളെ. വേണ്ട അപ്പച്ചി, പിന്നെ ഒരിക്കലാകാം. കിച്ചു വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് സൂര്യനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അവളുടെ തലച്ചോറ് സൂര്യനോട് ശലഭയ്ക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അവളുടെ മനസ്സ് അവനിലേക്ക് ചായുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. തുടരും. സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് വരുന്നവരെ ബൈ.